എല്ലാവർക്കും നമസ്കാരം. സൗന്ദര്യലഹരി പഠനം 28-ാം ദിവസം. ഓം ശ്രീ മഹാദേവിയേ നമ. ഓം ശ്രീ മഹാത്രിപുര സുന്ദരിയേ നമ. ഓം ആദിപരാശക്തിയേ നമ. സൗന്ദര്യലഹരി ശ്ലോകം 28. സുധാം ആസ്വാദ്യ അഭി പ്രതിഭയജരാമൃത്യുഹരിണീം വിപദ്യന്തേ വിശ്വേ വിദിശതമഖ്യാദ്യ ദിവിശത കരാളം യൽശ്വേളം കബളിതവതഃ കാലകലന ന ശംഭോ തന്മൂലം തപജനനി താടങ്കമഹിമ. ഒന്നുകൂടെ പറയാം. സുധാം ആസ്വാദ്യ അഭി പ്രതിഭയ ജരാ മൃത്യുഹരിണീം വിപദ്യന്തേ വിശ്വേ വിധിശതം അഖാദ്യ ദിവിഷിത കരാളം യൽ ശ്വേളം കബളിതവത കാലകലന ന ശംഭോ തന്മൂലം തപജനനി താടങ്ക മഹിമ. അല്ലയോ ജഗന്മാതാവേ, അല്ലയോ ദേവി. ബ്രഹ്മാവ്, ദേവേന്ദ്രൻ മുതലായ എല്ലാ ദേവന്മാരും ഭയങ്കരങ്ങളായ ജരാമരണങ്ങളെ നശിപ്പിക്കുന്ന അമൃതത്തെ പാനം ചെയ്തിട്ടും പ്രളയകാലത്തിൽ നാശത്തെ പ്രാപിക്കുന്നു. അപ്പോൾ ഈ ബ്രഹ്മാവും ദേവേന്ദ്രനും തുടങ്ങിയ എല്ലാ ദേവന്മാർക്കും എന്തോ ഉണ്ട്? മരണഭയമുണ്ട്. അവരതിനെ അതിജീവിക്കാൻ വേണ്ടി എന്ത് ചെയ്യുന്നു? അമൃതത്തെ പാനം ചെയ്യുന്നു. ഭയങ്കരങ്ങളായ ജരാമരണങ്ങളെ നശിപ്പിക്കുന്ന അമൃതത്തെ പാനം ചെയ്തിട്ടും പ്രളയകാലത്തിൽ ഇവരെല്ലാവരും നാശത്തെ പ്രാപിക്കുന്നു. അത്യുഗ്രമായ കാളവിഷത്തെ ഭക്ഷിച്ചിട്ടും അല്ലെങ്കിൽ അത്യുഗ്രമായ കാളവിഷത്തെ വിഴുങ്ങിയിട്ടും പരമശിവന് അവസാന കാലമുണ്ടായില്ല എന്നുള്ളതിന് കാരണം എന്താണ്? നിന്തിരുവഴിയുടെ താടങ്ക മഹിമ തന്നെയാകുന്നു. നിന്തിരുവഴിയുടെ എന്ന് വെച്ചാൽ ദേവിയുടെ താടങ്ക മഹിമയാണ്. താടങ്ക മഹിമ എന്ന് പറഞ്ഞാൽ കർണാഭരണത്തിൻ്റെ മഹിമ. മരണത്തെ ഇല്ലാതാക്കുന്ന അമൃതിനെ പാനം ചെയ്തിട്ടും അന്യന്മാരായ ദേവന്മാരെല്ലാം, എല്ലാ ദേവന്മാരും, ബ്രഹ്മാവും ദേവേന്ദ്രനും തുടങ്ങിയ എല്ലാ ദേവന്മാരും പ്രളയകാലത്തിൽ മരിച്ചു പോകുന്നു. മരണത്തെ ഉണ്ടാക്കുന്ന കാളകൂട വിഷത്തെ പാനം ചെയ്തിട്ടും നിന്തിരുവടിയുടെ പതി മരിക്കുന്നതുമില്ല. നിന്തിരുവടിയുടെ എന്ന് വെച്ചാൽ ദേവിയുടെ, അതായത് പരമശിവൻ. അല്ലയോ ലോകമാതാവേ, ഇതിൻ്റെ കാരണം നിന്തിരുവടിയുടെ കർണാഭരണ മാഹാത്മ്യം തന്നെയാകുന്നു. ഇവിടെ അതിന് കാരണം എന്താ? ദേവിയുടെ കർണാഭരണത്തിൻ്റെ മാഹാത്മ്യമാണ്. എന്തുകൊണ്ടെന്നാൽ പരമശിവന് ആപത്ത് നേരിട്ടാൽ കർണാഭരണത്തിന് ചുതിയുണ്ടാകും. അതായത് ഭർതൃവിഹീനയായ നാരിയെപ്പോലെ ഈ ആഭരണത്തെ കർണത്തിൽ നിന്നും എടുത്തു കളയേണ്ടതായി വരും. നിന്തിരുവടിയുടെ താടങ്കായത്തമായ കാലത്തിന് അങ്ങനെ ചെയ്യിക്കുന്നതിനുള്ള സാമർഥ്യമില്ല. എന്നുവെച്ചാൽ ശ്രീദേവിയുടെ താടങ്കങ്ങൾ എന്താണ്? കർണാഭരണങ്ങളെന്ന് പറയുന്നത് സൂര്യചന്ദ്രന്മാരാകുന്നു, സൂര്യനും ചന്ദ്രനുമാകുന്നു. കാലം അവരുടെ അധീനത്തിലാണ്, സൂര്യചന്ദ്രന്മാരുടെ അധീനത്തിലാണ് കാലം. അപ്പോൾ ഇവിടെ താടങ്ക എന്ന് പറഞ്ഞാൽ അത് വളരെ സൗഭാഗ്യകരമാണ്. താടങ്ക യുഗളീഭൂത തപനോടുപമണ്ഡല എന്ന് ലളിതാ സഹസ്രനാമത്തിൽ പറയുന്നുണ്ട്. അപ്പോൾ ഈ ശ്ലോകം ശ്രീദേവിയുടെ പാതിവൃത്യം, മംഗല്യം, ഇവയുടെ ബലത്തെയാണ് പറയുന്നത്. മഹാപ്രളയത്തിൽ പ്രപഞ്ചവും സകല ദേവന്മാരും നശിക്കുമ്പോൾ മഹേശ്വരനും മഹാത്രിപുര സുന്ദരിയും മാത്രം ശേഷിക്കുന്നു. ആ സമയത്തിൽ മഹേശ്വരൻ ആനന്ദ നൃത്തം ചെയ്യുകയും മഹാദേവി അതിന് സാക്ഷിയായി ഇരിക്കുകയുമാണ്. അതും ലളിതാ സഹസ്രനാമത്തിൽ പറയുന്നുണ്ട്, മഹേശ്വര മഹാകൽപ്പ മഹാതാണ്ഡവ സാക്ഷിണി എന്ന്. അപ്പോൾ ഇവിടെ ഈ ഭഗവാൻ പരമശിവന് മാത്രം ഒരു അവസാനമില്ലാത്തത് അത് ദേവിയുടെ ആ പാതിവൃത്യം കൊണ്ട് മാത്രമാണ്. ദേവിയുടെ മംഗല്യത്തിൻ്റെ ഭാഗ്യം, ദേവിയുടെ പാതിവൃത്യത്തിൻ്റെ ഭാഗ്യം കൊണ്ടാണ്, അതായത് കർണാഭരണത്തിൻ്റെ മഹത്വം കൊണ്ടാണ് പരമശിവൻ ആപത്തില്ലാത്തത്. ദേവിയുടെ കർണാഭരണങ്ങൾ എന്ന് പറയുന്നത് സൂര്യനും ചന്ദ്രനുമാണ്. അത് അഴിച്ചു വെക്കേണ്ടി വരത്തില്ല. കാരണം കർണാഭരണം അഴിച്ചു വെച്ചാൽ എന്ന് വെച്ചാൽ എന്താ? കർണാഭരണങ്ങൾ അഴിച്ചു വയ്ക്കുക എന്ന് പറഞ്ഞാൽ
വിധവ ആകുന്നു എന്നാണ്. അപ്പോൾ അവിടെ പരമശിവൻ ഒരിക്കലും ഒരു നാശവും സംഭവിക്കുന്നില്ല. കാരണം ദേവിയാണ്. ദേവിയുടെ പാതിവൃത്യത്തിൻ്റെ മഹത്വം കൊണ്ടാണ് എല്ലാവർക്കും മരണമുണ്ടായിട്ടും ഭഗവാൻ പരമശിവന് മരണമില്ലാത്തത് എന്നാണ് അർത്ഥമാക്കേണ്ടത്. സുധാം അപ്യാസ്വാദ്യ പ്രതിഭയജരാമൃത്യുഹരിണീം വിപദ്യന്തേ വിശ്വേ വിദിശതമഖാദ്യ ദിവിശത കരാളം യക്ഷ്വേളം കബളിതവത കാലകലന ന ശംഭോസ്തന്മൂലം തവ ജനനി താടങ്ക മഹിമ. എല്ലാവർക്കും മഹാദേവിയുടെ അനുഗ്രഹമുണ്ടാകട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് നിർത്തുന്നു. നന്ദി, നമസ്കാരം.